വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാൻ ഇപ്പോൾ ഒരു മാസത്തിലധികമായി നമ്മളിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ആക്ച്വലി ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ബിസി ഇൻ ദ സെൻസ് ഒരു മേജറായിട്ട് ക്യാൻസർ വീട്ടിൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. അങ്ങനൊരു മൂഡുണ്ടായിരുന്നില്ല നമുക്ക് തീരെ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആ സംഭവം കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത്. എൻ്റെ പേര് പുത്തഞ്ചേരി എന്നറിയുന്നു നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ പൂങ്കുന്ന ആ ഒരു പ്ലേസിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തേക്കാണ്. ഇവിടെ ഒരു ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വൺ സെറ്റപ്പിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആക്ച്വലി അതൊന്നും അല്ല കേട്ടോ. ഇത് എന്താ പറയുക, പുറത്തുനിന്ന് കാണാൻ പറ്റും നമുക്ക് ചില്ലിക്കൂടെ. അപ്പോൾ അതുകൊണ്ട് കർട്ടനൊന്നും ഉണ്ടായില്ല നമ്മളില്ല. അപ്പോൾ ഞാൻ തന്നെ ചെയ്തതാണ്. ന്യൂസ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ സെറ്റാക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ വന്നത്. പിന്നെ എന്താണ്, അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. കുറച്ച് നോർമലായതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ വിചാരിച്ചു എൻ്റെ പ്ലാറ്റ്ഫോം, എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്ര നാളായല്ലോ, അപ്പോൾ നമുക്കൊന്ന് ആക്റ്റീവ് ആക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര മോശം സിറ്റുവേഷനാണ്. ഇപ്പോൾ കേരളത്തിലായാലും ഭയങ്കരമായിട്ട് അത് രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസീസ്. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു രോഗി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കെയർ ചെയ്യണം. നമ്മളും കെയർ ചെയ്യണം, പുറത്ത് പോകുന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരും കെയർ ചെയ്യണം, നമുക്ക് എല്ലാം കെയർ ചെയ്യണം. കാരണം ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത്ര ടെൻഷനായിരിക്കും എവിടെയെങ്കിലും പോകുമ്പോഴായാലും എല്ലാത്തിനും. അപ്പോൾ എന്തൊക്കെ ചെയ്യണം ഞാൻ ഞാൻ എന്നും പുറത്ത് പോകുന്ന ഒരാളാണ്. ഞാൻ എന്നും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, എന്നും പലചരക്ക് കടയിലും ഒക്കെ ഞാനും പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ എന്താ പറയുക, എനിക്ക് സയൻറ്റിഫിക് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇങ്ങനെ കേട്ടും അറിഞ്ഞും എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമുക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. പിന്നെയൊക്കെ ദൈവത്തിൻ്റെ ഇതുപോലെ ഇരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും അത്തരത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അതിലധികം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതും വിട്ട് ഞാൻ ഇത് സംഭവിച്ചതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും അറിയായിരിക്കും, പക്ഷെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് അതിൻ്റെ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്നും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നാരങ്ങയില്ലേ, ചെറുനാരങ്ങ പിഴിഞ്ഞ് എന്നും വെള്ളം കുടിക്കും. പിന്നെ ഞാൻ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ഉണ്ട്. അത് എനിക്ക് പേടിയാണ് ആക്ച്വലി ടാബ്ലറ്റ്സ് എടുക്കാനായിട്ട്. കാരണം അത് ഫസ്റ്റ് എഫക്റ്റ് ചെയ്ത് നമ്മുടെ കിഡ്നീനെയാണ്. സോ നമ്മളത് കെയർഫുള്ളായിരിക്കും നമ്മളത് എടുക്കുമ്പോൾ. ഞാനത് അങ്ങനെ ഡെയിലി റുട്ടീൻ പോലെ എടുക്കാറില്ല. വല്ലപ്പോൾ ഒന്നൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഡെയിലി അങ്ങനെ റെക്കമെൻഡ് ചെയ്യും. എനിക്ക് അറിഞ്ഞുകൂടെ അതിൻ്റെ സയൻറ്റിഫിക് സൈഡ്, അതായത് അതെന്താവും ഉണ്ടാക്കാമെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. പക്ഷെ കൂടുതൽ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ അത് ഫസ്റ്റ് എഫക്റ്റ് ആയി കിഡ്നീനെയാണെന്ന് എനിക്കറിയാം. പിന്നെ അതല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ തന്നെ കളയണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാം. ഡ്രിങ്ക് ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളം നമ്മൾ ഡെയിലി നമ്മൾ കുടിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതാകുമ്പോൾ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട്, അത് നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാൻ, ഇൻ ദ സെൻസ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ്. 3 ലിറ്ററോളം വെള്ളം നമ്മൾ എന്നും കുടിക്കുന്നുണ്ടോ, അത് നല്ലതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ചെയ്യാനൊക്കെ നമുക്കത് ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അഫ്കോഴ്സ് എല്ലാവരുടെ പോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് വെയർ ചെയ്യും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ പോലും നമ്മൾ മാസ്ക് വെയർ ചെയ്യണം. അത് അതിലൊരു കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് കണ്ടു. ഇപ്പം നമ്മൾ കുറേ പേര് വലിയ മാസ്കിന് വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഒരു എയർ ഹോൾ പോലെ ഉണ്ട്. അതുകൂടി ഇങ്ങനെ അവരുടെ ആ ശ്വാസം ഇങ്ങനെ പോകുന്ന സംതിങ് എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ ന്യൂസ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൂടെ അവരുടെ ശ്വാസം പുറത്തേക്ക് വരും. അപ്പോൾ സപ്പോസ് ആ ഒരു പേഴ്സൺ ആ ഒരു പർട്ടിക്കുലർ ഡിസീസ് ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ WHO ആയാലും റെക്കമെൻഡ് ചെയ്യുന്നത് തുണി കൊണ്ടുള്ള മാസ്ക് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലൊരു ടിപ്പ് കൂടി നിങ്ങൾക്ക് തരാം. നമ്മൾ എന്ത്
മാസ്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മാസ്ക് ഫസ്റ്റ് വെച്ച് കഴിയുമ്പോഴല്ലോ ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ഇതിങ്ങനെ വെച്ചിട്ട് ഊതാം. അപ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അവിടെ കൈമേക്ക് കാറ്റ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് സേഫ്. കാറ്റ് വരുന്നുണ്ടെങ്കിൽ അത് സേഫ് അല്ല, കാറ്റ് വരുന്നില്ലെങ്കിൽ അത് സേഫാണ്. നമുക്ക് പുറത്തുനിന്നായിട്ട് നമുക്ക് ഉള്ളിലുള്ളത് പുറത്തേക്ക് പോകത്തില്ല. അതാണ് തുണി മാസ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ട് ഊതി നോക്കിയാൽ മതി കേട്ടോ. മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പോ സാനിറ്റൈസറോ യൂസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് സോപ്പ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. സോപ്പോ ഹാൻഡ് വാഷോ എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലത്തെ ജെംസ് അതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കൊന്നു കളയാൻ പറ്റില്ല കയ്യിൽ നിന്ന്. അപ്പോൾ അത് 10 സെക്കൻഡ് 20 സെക്കൻഡെങ്കിലും മിനിമം നമ്മൾ നന്നായിട്ട് കൈ എല്ലാ രീതിയിലും എല്ലാം അവിടേക്കും ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാനിറ്റൈസേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ലൈഫ് ബോയുടെ ഈ ഒരു കുഞ്ഞ് സാനിറ്റൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ലൈഫ് ബോയുടെ ഈ സാനിറ്റൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുഞ്ഞൊരു ബോട്ടിലാണ്. അപ്പോൾ എനിക്കിത് ഈസി ആയിട്ട് എൻ്റെ പേഴ്സിൽ കൊണ്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞൊരു ബാഗിൽ സ്ലിം ബാഗിൽ ഞാൻ ഇതിടും. അപ്പോൾ എനിക്ക് എവിടെ പോയാലും എനിക്കിതെടുത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് പ്രൈസ് വരുന്നത് അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത് 69 റുപ്പീസാണ്, 69 രൂപയാണ് ഇതിന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല ഹിമാലയയുടെ ഉണ്ട് സാനിറ്റൈസർ. ഇതിപ്പോൾ ഞാൻ പുതിയത് മേടിച്ചതാണ്. കാരണം ഇതിന് നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ആക്ച്വലി. കറക്റ്റ് ആ ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കേട്ടോ, നൈസാണ്. പിന്നെ ഇതാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ബോറോ പ്ലസിൻ്റെ ഈ ഒരു സാനിറ്റൈസറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിനും 50 രൂപയാണ് ഇതിന് വരുന്നതുള്ളൂ. ഇത് 99.99% ജേംസിനെ കിൽ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ആൽക്കഹോൾ ബേസ്ഡ് ആണ്. ഇതിൽ നീം കണ്ടന്റ് വരുന്നത്, തുളസിയുടെ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ 3 സാനിറ്റൈസേഴ്സ് ഭയങ്കര സേഫായിട്ട് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റും. ചിലത് യൂസ് ചെയ്തിട്ട് കൈ പൊള്ളി പോവുക, കയ്യിൽ മുനി പോലെ വരാം, അങ്ങനെയൊക്കെ ഉണ്ടോ. ഇതൊന്നും യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് സാനിറ്റൈസർ. കാരണം പുറത്തേക്ക് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് യൂസ് ചെയ്യും കയ്യിൽ. അപ്പോൾ ഇതൊന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ചും കൂടി ഒരു ഇതിലുള്ള ഒരു കമ്പനിയുടെ ഞാൻ പറയാം, ബാക്ടോറബ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ട്, അത് വലിയ ബോട്ടിലുണ്ട്. അതിന് 700 റുപ്പീസാണ് വരുന്നതൊക്കെ. പക്ഷെ അത് ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഇതിരിക്കുന്നത്, അമ്മയുടെ അടുത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മേടിച്ച് നല്ല ക്വാളിറ്റി യൂസ് ചെയ്യാൻ നോക്കാം. നന്നായിട്ട് കൈമത്ത് പോകണം. അതുപോലെ തന്നെ നന്നായി കയ്യിലാക്കാനും മറക്കരുത്. 4th ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഷോപ്സിൽ പോകും, നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ പോകും. നമുക്ക് മാൻഡേറ്ററി ആണ്, നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല നമ്മുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഒരു ബിഗ് പർച്ചേസിങ്ങിനാണ് പോകുന്നത്, ആൾക്കാർ കൂടുന്ന സ്ഥലത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇത് ലൈഫ് കെയറിൻ്റെ എക്സാമിനേഷൻ ഗ്ലൗസ് ആണ്. ഇത് ഞാൻ ഇതിനുവേണ്ടി മേടിച്ചതല്ല, എൻ്റെ വീട്ടിൽ ഇത് ഓൾറെഡി ഉണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി വന്നപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇതിട്ടിട്ട് നമ്മൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഒരു പർച്ചേസിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇതിട്ട് പോവാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഗ്ലൗസ് ഇട്ടിരിക്കണം, കാരണം നമുക്കിനി സാനിറ്റൈസർ യൂസ് ചെയ്യാം. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ ഗ്ലൗസ് ഇട്ടാലും നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യണം. കാരണം ആ ഗ്ലൗസിന് പുറത്താവത്തില്ലേ നമ്മുടെ ഈ അണുക്കൾ. അപ്പോൾ അതിനെ കിൽ ചെയ്യാനായിട്ട് നമ്മൾ സാനിറ്റൈസർ ഇതിന് പുറമെ നമ്മൾ യൂസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മുടെ ഈ ബാഗിലേക്കൊക്കെ കൈ ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് ഇട്ടിട്ടുണ്ടല്ലോ, ഇതാവുന്നില്ലല്ലോ. നമ്മളിത് ഇട്ടിട്ട് ഇതുമായിട്ടുണ്ടെങ്കിൽ അത് ബാഗിലേക്ക് കൂടി ആവുമല്ലോ. അപ്പോൾ ഇത് സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രം നമ്മുടെ ബാഗ്സിൽ കൈയിടുക. ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുകയാണെങ്കിലും പൈസ എടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഈ എക്സാമിനേഷൻ ഗ്ലൗസിന് ഇതിന് ഇങ്ങനത്തെ ഒരു സെറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210 രൂപയാണ്. ഇതിലിപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 പീസാണ് ഇതിലുള്ളത്. 25 പീസാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്നും നമ്മൾ പോകുന്നില്ലല്ലോ ഷോപ്പിങ്ങിന്, ഇടയ്ക്കല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 എണ്ണം എടുത്താൽ മതി. അത് നമുക്ക് ഇടാൻ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തെ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്, എല്ലാവരും വന്ന് തൊട്ടൊക്കെ എടുക്കുന്നുണ്ടാവും സാധനങ്ങൾ. നമുക്ക് ഒരു സേഫ്റ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആ ഒരു സംഭവം നമുക്ക് മറികടക്കാൻ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ലൈഫ് ബോയുടെ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്, ജെം കിൽ സ്പ്രേ എന്ന് പറഞ്ഞിട്ട്. ഇത് ബാക്ടീരിയ ആൻഡ് വൈറസസിനെ കിൽ ചെയ്യും. സേഫ് ഓൺ സ്കിൻ, സേഫ് ഓൺ സർഫസസ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 75 ml ആണ് വരുന്നത്.
ഇതിൻ്റെ പ്രൈസ് വന്നത് 149 ആണ് വരുന്നത്. ഇതൊക്കെ ഈസി ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഇപ്പോൾ എല്ലാവരും കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. ഈ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് നോക്കിയാൽ അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സർഫസസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ. പിന്നെ ഞാൻ എക്സാമ്പിൾ പറയാൻ നമുക്ക് ഇപ്പോൾ കൊണ്ടുവരുന്ന ഇപ്പോൾ ബോക്സിങ്ങിലാണ് വേണമെങ്കിൽ അതിന് ചുറ്റും നമുക്കിത് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതല്ല നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ചെരുപ്പിട്ട് വരും. അല്ലാതെ എനിക്ക് ചെരുപ്പുമ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല എന്ന് വെച്ചാൽ അതും തെറ്റായി തന്നെയാണ്. നമ്മൾ ചെരുപ്പ് നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ചെരുപ്പിലും ഈ സ്പ്രേ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചത്തിപ്പോവും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യണം. ചെരുപ്പ് നമ്മൾ സാനിറ്റൈസ് ചെയ്ത് വെക്കണം, ഡിസിൻഫെക്റ്റ് ചെയ്ത് നമ്മൾ വെക്കണം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എത്തനോൾ, ഈ ഒരു സാവലോണിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് എങ്ങനെ ഇത് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഡോക്ടറാണ് വന്നു തന്നത്. ഡോക്ടർ ഇപ്പോൾ ആളുടെ അടുത്ത് പേഷ്യൻസ് വന്ന് പോയി കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് നേഴ്സ് എടുത്തിട്ട് ഈ സംഭവം വേറൊരു സ്പ്രേ എടുത്തിട്ട് അവിടെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ്, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പ്ലാസ്റ്റിക് സർഫസസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാണ്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡാമേജ് വരാനുള്ള സാധ്യതകളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ ആമസോണിലൊക്കെ ഇത് കിട്ടും, സാവലോണ്ട് നല്ലൊരു എത്തനോൾ മിക്സ്ഡ് വരുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് എല്ലാ സർഫസസിലും യൂസ് ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റിക് ആയാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഇത് മേടിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, പോകുന്നത് തന്നെയുള്ള എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇത് ഞാൻ ഓൺലൈൻ മേടിക്കുന്നത് വിചാരിച്ചു, പക്ഷേ എനിക്ക് പേടി ഓൺലൈനിൽ മേടിക്കാനായിട്ട്. കാരണം സ്പ്രെഡിങ് ഒക്കെ നടക്കുന്നത് അങ്ങനെയാണല്ലോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അത് അവിടെ എനിക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോയപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഇത് ഞാൻ മേടിച്ചു. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിപ്പോൾ ഇതിലുണ്ട്, ഇപ്പോൾ ഡോർസിലൊക്കെ, പിന്നെ നമ്മുടെ ടേബിൾസിൽ, പിന്നെ നമ്മൾ കാറിലൊക്കെ സീറ്റുകളിലൊക്കെ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട്, പിന്നെ വാഷിംഗ് ബേസിൻ്റെ നമ്മുടെ ബർത്തനുകൾ ഒക്കെ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചാവി ഒക്കെ നമുക്ക് അതിലൊക്കെ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓൾമോസ്റ്റ് മിക്ക സർഫസസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എത്തനോൾ സ്പ്രേ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ടോയ്ലറ്റ് ഏരിയയിൽ, അതായത് നമ്മളൊരു ടോയ്ലറ്റിൽ കയറുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലോസ്ഡ് ആണ്. അപ്പം നമുക്ക് അവിടെ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്തിട്ടാണെന്നറിയോ, ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നത്തോട്ട് വന്ന് ഫസ്റ്റ് കാര്യം ചെയ്യാം, മാസ്ക് ഞാൻ വാഷ് ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവി പിടിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് എന്താ പറയുക, അതിൽ വേണമെങ്കിൽ ജസ്റ്റ് വല്ല എസെൻഷ്യൽ ഓയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഡ്രോപ്പ് ആയിട്ട് നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടും. അല്ല ഒന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക. അപ്പോൾ അത് നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു റൊട്ടീനാണ് നമുക്കത് ചെയ്യുന്നത്. പിന്നെ ഞാൻ മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കും. അത് നന്നായിട്ട് പ്രതിരോധത്തിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള സംഭവമാണ് മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളൊരു സംഭവമാണ് ഈ ടർമറിക് പൗഡർ. അപ്പോൾ അതും സേഫായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴൊക്കെ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞ ഷീൽഡ് മാസ്ക് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അല്ല നിങ്ങൾ അധികം പുറത്ത് പോകാത്തൊക്കെ ഒരാളാണെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഷീൽഡ് മാസ്ക് ജസ്റ്റ് ഹെൽമെറ്റ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കടയിലൊക്കെ പോവുകയും വല്ല പലചരക്ക് കടയിലൊക്കെ പോകുമ്പോൾ അവിടെ തിരക്കുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കഴിഞ്ഞ് ഞാൻ അവിടേക്ക് കയറുന്നുള്ളൂ. ഞാൻ കുറച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഞാൻ പുറത്ത് നിൽക്കും. എന്നിട്ട് അവർ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറും. അതാണ് ഞാൻ ചെയ്യുക. പിന്നെ ഞാൻ എവിടെയും ഞാൻ തൊടത്തില്ല. ഇപ്പോൾ പുറത്ത് എവിടെ പോയാലും ഞാൻ പരമാവധി നമ്മൾ കോണ്ടാക്ട് സർഫസിലായാലും ആൾക്കാരായിട്ടുണ്ടാകത്തില്ല, നമുക്ക് സർഫസിൽ അവിടെ ഒന്ന് കണ്ണി കണ്ടപ്പോൾ നമ്മൾ ഒരിക്കലും തൊടരുത് കേട്ടോ. കാരണം അവിടെ ആരൊക്കെ വന്ന് തൊട്ട് പോയിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതും നമ്മൾ സേഫായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഒരു ഡെയിലി റുട്ടീൻസിൽ ഇപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ എന്താ പറയുക, എൻ്റെ ഫേസ് ഇപ്പോൾ നിങ്ങൾ കണ്ടാലും മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആയിട്ടുണ്ട്. മേക്കപ്പോ ഒന്നുമില്ല നമ്മുടെ ഫേസിൽ. ഇപ്പം അത്യാവശ്യം ക്ലിയർ ആയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മേക്കപ്പ് ഒന്നുമില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ റുട്ടീൻസ്. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ട പ്ലീസ് ടു കമൻറ്റ്, പ്ലീസ് ടു ലൈക്ക്, പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ കം ബാക്ക്. സോ സ്റ്റേ ട്യൂൺഡ്. See you soon. Bye.